എല്ലാവരും സുഖായിരിക്കുന്നല്ലോ. ഞങ്ങളോട് സുഖായിരിക്കുന്നു. ഞാനിപ്പോ ഇട്ടുകൊണ്ടുവന്ന പാന്റ് കേട്ടല്ലോ, സ്ട്രെയിറ്റ് പാന്റ് ആണേ. ആ സ്ട്രെയിറ്റ് പാന്റ് എത്ര സൈസുള്ളവർക്കായാലും നല്ല കംഫർട്ട് ആയിട്ട് ഇടാൻ വേണ്ടി എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ചില സമയത്തൊക്കെ എവിടെയും പോയി ഇരിക്കുമ്പോഴോ സ്റ്റെപ്പ് ഇറങ്ങി കയറിയൊക്കെ വരത്തില്ലേ, ആ ടൈമിനൊക്കെ നമുക്കൊന്ന് ബാക്ക് പോർഷൻ ഒന്ന് ഒരു പിടുത്തം വരുമല്ലോ. ആ പിടുത്തമൊന്നും വരാതെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇടാൻ പറ്റും കേട്ടോ, ഇതേ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഞാനിപ്പോ 1.5 മീറ്ററിലാണ് ഈ സ്ട്രെയിറ്റ് പാന്റ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് ഒന്ന് നോക്കിയാൽ മതി, പ്രിന്റ് തിരിഞ്ഞിരിക്കുന്ന ഒന്ന്. പ്ലെയിൻ തുണിയിലൊക്കെ നല്ല പോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഞാനിവിടെ ഹിപ്പ് വണ്ണം 11.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 38 ആണ് ഇവിടുത്തെ ഹിപ്പ്. ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 9.5 വരും. പ്ലസ് 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 11.5. അപ്പോ 11.5 കൊടുത്തു കഴിഞ്ഞിട്ട് ബെൽറ്റ് 2 ഇഞ്ച് വെച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വിടാം. ബെൽറ്റ് പാർട്ട് 2 ഇഞ്ച് വേണമല്ലോ, അത് ഇതുപോലെ മാർക്ക് ചെയ്ത് ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കാമേ. ഞാനിവിടെ പാന്റ് ലെങ്ത് ഒരു 34 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ താഴെ പാന്റ് ലെങ്തിന് താഴെയാണ് മടക്കി അടിക്കാനായിട്ടും ഒരു 3 ഇഞ്ച് വേണം. അതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 3 ഇഞ്ച് താഴെ മടക്കി അടിക്കുന്ന 3 ഇഞ്ച് നമ്മളിപ്പോ 1.5 മീറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ ഈ താഴെ മടക്കി അടിക്കുന്ന 3 ഇഞ്ചിന് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് പോകുന്ന എക്സ്ട്രാ പീസ് എടുത്ത് അവിടെ അറ്റാച്ച് ചെയ്ത് മടക്കി അടിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. ഞാനിപ്പോ ഈ തുണി 2 ആയിട്ടാണ് മടക്കിയിട്ടുള്ളത് കേട്ടോ. ബാക്ക് പാർട്ട് ഞാൻ പിന്നെ ചെയ്യുള്ളൂ. ഇപ്പൊ ക്രോച്ച് ചെയ്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ ഹിപ്പ് വണ്ണം 38 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.5, 9.5യുടെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 12.5. 12.5 ഞാനിപ്പോ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ക്രോച്ച് ലെങ്ത് 12.5 മാർക്ക് ചെയ്തു. കണ്ടില്ലേ, ഇതുപോലെ ഇപ്പുറത്തെ സൈഡ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് 12.5. വെള്ള ബെൽറ്റ് ഭാഗം 2 ഇഞ്ച് അവിടെ ടച്ച് ചെയ്യാൻ പാടില്ല. താഴോട്ട് 12.5 ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ ഇതുപോലൊരു സ്ക്വയർ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് ദേ ഈ കോണില് ക്രോച്ച് ഏരിയ 12.5 മാർക്ക് ചെയ്ത് നിർത്തിയ ഈ കോണിൽ വരുമ്പോ 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 2.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം സൈസ് ഉള്ളവർക്കെല്ലാം നല്ല കംഫർട്ടായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ലൂസ് കിട്ടും ഇവിടെ. പിന്നെ താഴോട്ട് ഈ ബാക്ക് പോർഷൻ ഇങ്ങനെ താഴോട്ടൊന്നും ഇറങ്ങി വരത്തില്ലേ, ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഈ ക്രോച്ച് ഏരിയ 2 എൻഡ് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക. ഈ 2.5 കർവ് ചെയ്തല്ലോ, ഈ പോയിന്റിൽ നിന്ന് അപ്പുറത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ 12.5 മേളിൽ നിന്ന് താഴോട്ട് ഈ മാർക്ക് ചെയ്ത ഈ പോയിന്റില് ഇവിടെ കൊണ്ടുവന്ന് യോജിപ്പിച്ച് 2 അറ്റവും ഈ കോണ് വെച്ചിട്ട് ഈ 2.5 നമ്മൾ കർവ് ചെയ്ത് കൊടുത്തല്ലോ അതുവരെ ഒന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഹിപ്പ് വണ്ണം 11.5 ആയിരുന്നല്ലോ, ഇവിടെ 2.5 എൻഡില് അങ്ങനെ വരുമ്പോൾ 14 ഈ ടോട്ടൽ ലെങ്ത് കേട്ടോ. അത് കഴിഞ്ഞ് 14ന്റെ പകുതി കണ്ടുപിടിക്കണം എത്രയാന്ന്. അതിനു വേണ്ടി ഈ ടേപ്പ് ഇതുപോലൊന്ന് മടക്കി പകുതി ഇതുപോലെ ഒന്ന് കറക്റ്റ് ആയിട്ട് ലെവൽ ചെയ്ത് മടക്കിയ ശേഷം എത്ര നോക്കാം. അവിടെ 7 ഇഞ്ച് കിട്ടും. 14ന്റെ പകുതി 7 ഇഞ്ച് കിട്ടും. അത് അവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഞാനിവിടെ ലെങ്ത് 34 ഇഞ്ചാണ് നേരത്തെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ 34ന് ശേഷം ഒരു 3 ഇഞ്ചും കൂടെ കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പൊ ലെങ്ത് എത്ര വേണം എടുക്കാം കേട്ടോ. അതിനുശേഷം ദേ മേളിൽ മാർക്ക് ചെയ്തില്ലേ 7 ഇഞ്ച്, അതുപോലെ ഇതുപോലെ താഴെയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. മേളിലുണ്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് അതുപോലെ അതിന് തമ്മിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാമേ. ഈ 7 ഇഞ്ചുകൾ തമ്മിൽ മേളിൽ 7 ഇഞ്ച് താഴെ 7 ഇഞ്ച് ഇതിനെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പൊ കാൽവണ്ണം ഇവിടെ ഞാൻ 6 കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ മാർക്ക് ചെയ്തില്ലേ ഈ പോയിന്റിൽ നിന്ന് അപ്പുറവും ഇപ്പുറവും 3 വെച്ച് 3 ഇഞ്ച് വീതം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ 6 ഇഞ്ച്. അതിനുശേഷം എന്താ ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടുന്ന് മേള് വരെ മേളിൽ ക്രോച്ച് ലെങ്ത് അവിടെ മാർക്ക് ചെയ്ത് നിർത്തിയല്ലോ അതുവരെ കൊണ്ടുവന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒന്നൊന്ന് ഇതുപോലെ യോജിപ്പിച്ച് വരച്ചു കൊടുക്കാമേ. അതുപോലെ തന്നെ ദേ ഈ സൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കാമേ. ഈ കർവില്ലേ, ഈ കർവിന്റെ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് താഴെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് നിർത്തിയല്ലോ അവിടെ കൊണ്ടുവന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കാമേ. ഇനിയിപ്പോ വരച്ച് മാറ്റി വെച്ച ഈ സംഭവങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
ഇനിയിപ്പോ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡും കൂടെ ഉള്ളത് ഇതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പൊ ഫ്രണ്ട് പാർട്ട് 2 പീസും ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്ക് പാർട്ടും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 1.5 മീറ്ററിലാണ് ഞാൻ ഇവിടെ പാന്റ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതെന്ന്. അതിനുവേണ്ടി ഞാനിപ്പോ എന്ത് ചെയ്യുന്നറിയോ, ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഈ താഴെ ഉണ്ടായിരുന്ന ഭാഗം ഉണ്ടല്ലോ, കാലിന്റെ വണ്ണം വന്ന ഭാഗം, ആ ഭാഗം ഒന്ന് മേളിലോട്ടാക്കി ഹിപ്പ് ഭാഗം നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ, ആ ഭാഗം ഒന്ന് താഴോട്ട് ആക്കി കണ്ടോ, ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കും. അപ്പൊ ഈസി ആയിട്ട് തന്നെ ബാക്ക് പാർട്ട് നല്ല വണ്ണത്തിന് തന്നെ ഇവിടെ നിന്ന് ഇനി കട്ട് ചെയ്തെടുക്കാൻ പറ്റും. 1.5 മീറ്റർ തുണിയും മതി. കാൽ ഭാഗത്തിന്റെ അവിടെ 3 ഇഞ്ച് മടക്കി അടിക്കാൻ വേണ്ടി മാത്രം സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന പീസ് വെച്ചാൽ മാത്രം മതി. ഇനിയിപ്പോ ഫസ്റ്റ് കട്ട് ചെയ്ത് മാറ്റിയ പീസ് ഉണ്ടല്ലോ, ഈ ഫ്രണ്ട് പാർട്ട്, അതിനെ ഒന്ന് ഇതിന്റെ പുറത്തോട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. ഇനിയിപ്പോ അടുത്ത് കട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നല്ല വണ്ണമുള്ളവർക്കൊക്കെ ബാക്ക് ഇറങ്ങി പോവാതെ നല്ല കംഫർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്ന്, അതിനു വേണ്ടിയാണ് ഇവിടെ ഒരു ടിപ്പ് ഉള്ളത്. ഈ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ ഇടുമ്പോ ഒപ്പത്തിനൊപ്പം ഇടണ്ട, ഒന്ന് ജസ്റ്റ് ഇതുപോലെ 2 ഇഞ്ച് മേളില് ബാക്ക് പാർട്ടിന് ബെൽറ്റ് ഭാഗം ഒന്നും കൂടെ 2 ഇഞ്ച് കയറ്റി കൊടുക്കണം കേട്ടോ. ഈ 2 ഇഞ്ച് മേളിൽ നിന്ന് മാർക്ക് ചെയ്ത് താഴോട്ടാണ് ഞാൻ ഈ ഫ്രണ്ട് പാർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇതുപോലെ ഫ്രണ്ട് പാർട്ടിനെക്കാളും ഒരു 2 ഇഞ്ച് ബാക്ക് പാർട്ടിന് ലെങ്ത് കൂടുതൽ വേണം ബെൽറ്റ് പോർഷന് വേണ്ടി. ആ കണക്കിന് ഞാൻ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുവാണേ. അതുപോലെ തന്നെ കണ്ടില്ലേ, ഈ സൈഡ് ഫ്രണ്ട് പാർട്ട് ഇട്ടയ്ക്കുന്ന ഇതുപോലെ ബാക്ക് പാർട്ടിന്റെ ഈ സൈഡ്, ഈ എക്സ്ട്രാ ഒരു 2.5 ഇഞ്ച് കൊടുത്തല്ലോ കോണില്, അതുവരെ അതുപോലെ 2 ഇഞ്ച് വെച്ച് കൂടുതൽ കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഫുള്ളൊന്ന് 2 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. കാരണം ഓൾറെഡി നമുക്ക് ബാക്ക് ഭാഗം കുറച്ചുകൂടെ വണ്ണം വേണമല്ലോ. വണ്ണം ഉള്ളവർക്ക് ഉറപ്പായിട്ട് ഇങ്ങനെ ചെയ്തേ വെക്കുള്ളൂ കേട്ടോ. അപ്പോഴേ നല്ല കംഫർട്ടായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതുപോലെ 2 ഇഞ്ച് ഞാൻ ഇതുപോലെ ഈ കോണ് വരെ കർവ് ചെയ്ത് വിട്ടല്ലോ, അതുവരെ 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കാൽ വണ്ണം 3 ഇഞ്ച് വിട്ടല്ലോ, അവിടെ വരുമ്പോ ഞാൻ 1 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. ആ 1 ഇഞ്ച് ഈ കോണില് 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടുന്ന് താഴെ 1 ഇഞ്ച് അതുവരെ ഇങ്ങനെ യോജിപ്പിച്ചു കൊടുത്താൽ മതി. കാര്യം കാൽവണ്ണത്തിന്റെ അവിടെ ഒത്തിരി ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പക്ഷെ എനിക്ക് ഇതാണ് കംഫർട്ടായിട്ട് തോന്നുന്നത്. ആ കാൽവണ്ണത്തിന്റെ അവിടെ ഒത്തിരി വണ്ണം ആവശ്യമില്ല നമുക്ക്. അപ്പൊ അവിടെ നിന്ന് 1 ഇഞ്ച് ഞാൻ ഇട്ടിട്ട് ഈ മേളില് ഈ കോണർ ഉണ്ടല്ലോ, നമ്മൾ ഈ കർവ് ചെയ്ത് വിട്ട ഇവിടെ, അവിടെ 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ വരെ കൊണ്ട് ഇതുപോലൊന്ന് ഒരുമിച്ച് ചേർത്ത് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോ ഒരു പണി കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഇരിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൊടുത്തേ വെക്കുള്ളൂ കേട്ടോ. ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം സൈസ് ഉള്ളവർക്കൊക്കെ നല്ല കംഫർട്ടായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ 2 ഇഞ്ച് നമ്മൾ മേളിലോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഇവിടെ മേളിലോട്ട് കൊടുത്തിരിക്കുന്ന ഇതുപോലെ ടേപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഈ ടേപ്പ് താഴ്ത്തി വെക്കുന്ന അത് നമുക്ക് സൈഡ് പോകും, സൈഡ് പാർട്ടാണ് വരുന്നത്. അവിടെ നമുക്ക് ഇങ്ങനെ ഇത്രയും വലുതായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കില് ഇതാണ് നമ്മുടെ കറക്റ്റ് ബേക്ക് വരുന്ന ഭാഗം. ആ ബേക്കിൽ വരുമ്പോൾ നമുക്ക് ബെൽറ്റ് ഭാഗം കുറച്ചുകൂടെ ഒന്ന് ലെങ്ത് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അത് ഞാൻ നല്ലപോലെ കാണിച്ചു തരും കേട്ടോ, സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്നോ അവിടെ. അപ്പൊ ഇതുപോലെ ചരിച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. അത് 2 പീസും കൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതങ്ങ് സൈഡിൽ വരുന്നതാണ് കേട്ടോ. ഇവിടെയാണ് ബാക്കിൽ വരുന്നത്. ഇതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫുള്ള് ഇതുപോലെ ഒന്നങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഇരിക്കുമ്പോഴൊക്കെ അത്യാവശ്യം സൈസ് ഉള്ളവർക്കൊന്നും ബാക്കിലോട്ട് ഇതുപോലെ താഴോട്ട് ഇറങ്ങിപ്പോത്തൊന്നുമില്ല, നല്ല ലൂസ് ഉണ്ട് ഇവിടെ. ഇനിയിപ്പോ ഇപ്പറേ സൈഡില് ഈ ബാലൻസ് കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോ ഈ ഫ്രണ്ട് പാർട്ടിന്റെ 2 പീസ് ഒന്നിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനൊന്ന് സെറ്റ് ചെയ്തെടുക്കുവാണേ. അത് കഴിഞ്ഞ് ബാക്ക് പാർട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. 2 പാർട്ടും കൂടെ കൂട്ടിപ്പിടിച്ച് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് ഫ്രണ്ടും ബാക്കും കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ടേ. അത് കഴിഞ്ഞ് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ഈ ഫ്രണ്ടും ബാക്കും ഒന്നിപ്പിച്ച് കൊടുക്കണമല്ലോ. അപ്പൊ ഈ സൈഡില്
രണ്ട് പാർട്ട് ഒന്നിച്ച് വെച്ച് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, താഴെ മടക്കി അടിക്കുന്നതിന് കുറച്ച് മേളിൽ തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. കണ്ടോ, ഈ മടക്കി അടിക്കുന്ന പാർട്ടിന് മേളിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ ഇങ്ങനെ ഇതുപോലെ അവിടെ നിർത്തിയിട്ടുണ്ട്. കാര്യം അത് പിന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ കാലിന്റെ സ്ലിറ്റ് പോർഷൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഏറ്റവും എൻഡ് പിടിച്ച് ഇതുപോലെ ഒന്ന് ഒരു 4 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് മടക്കി എത്രയാണോ സ്ലിറ്റ് വേണ്ടത് അതിന്റെ 3 ഇഞ്ച് നമ്മൾ മാറ്റി വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് കണക്കിന് ഇതുപോലെ മടക്കി ഒന്ന് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ സ്ലിറ്റ് എത്രയാണോ വേണ്ട അത്രയും പോർഷൻ ഒന്ന് അടിച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പുറ സൈഡും ഇതുപോലൊന്ന് മടക്കി ആ സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഈ സൈഡില് ഇപ്പതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനൊന്ന് തിരിച്ചിടാം. തിരിച്ചിടുമ്പോൾ നല്ല ഫിനിഷിങ് ആവും. കണ്ടോ, എളുപ്പത്തിന് കഴിഞ്ഞു. ഇനിയിപ്പോ ഇവിടെ ഒന്ന് കൂട്ടി അടിച്ചു കൊടുക്കണം. നേരത്തെ സ്റ്റോപ്പ് ചെയ്തെന്നല്ലോ, കുറച്ച് സ്പേസ് ഇങ്ങനെ മേളിലോട്ട് വിട്ടാണല്ലോ അടിച്ചത്. അതുവരെ കൊണ്ടുപോയി കണ്ടോ, ഇവിടുന്ന് ഒന്ന് കയറ്റി അവിടെ അടിച്ച് അതൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഈ മടക്കിലും കൂടെ ഒന്ന് അടിച്ച് ഫിനിഷ് ചെയ്യാം. അത് കഴിഞ്ഞ് കാലുവണ്ണം 6 ആണല്ലോ, ആ കണക്കിന് കൂട്ടി അടിച്ചു കൊടുക്കാം. ഫുൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. പാന്റിന്റെ താഴ്വശം ഇപ്പൊ പാന്റിന്റെ താഴ്വശം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇനിയിപ്പം ബാക്ക് പോർഷൻ ഇതുപോലെ ബാക്ക് സൈഡ് വി ഷേപ്പിലാണല്ലോ ഇരിക്കുന്നത്. അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്ന് നോക്കാം. ഇപ്പൊ ബെൽറ്റ് 2 ഇഞ്ച് ആണല്ലോ, അപ്പൊ ഒരു 4 ഇഞ്ച് ഒന്ന് മടക്കി കൊടുത്ത് പിന്നെ ആ 2 ഇഞ്ച് കണക്കിന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ബെൽറ്റിന്റെ 2 ഇഞ്ച് കണക്കിന് മടക്കിയായിട്ട് സ്റ്റിച്ച് ചെയ്തത്. ഇപ്പൊ കണ്ടോ, ബാക്ക് സൈഡ് എത്തുമ്പോൾ ഇതുപോലെ ഒരു ലൂസ് ഇരിക്കും. ഈ ലൂസ് വരുമ്പോ ആ വി ഷേപ്പ് ആയതുകൊണ്ടാണ് ഈ ലൂസ് വരുന്നത്. ആ ലൂസ് വരുമ്പോ ഇതുപോലെ കുഞ്ഞു പ്ലേറ്റ് ഒരു 2-3 ഇട്ട് കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിക്കോളും. പിന്നെ ഒന്ന് എലാസ്റ്റിക്കും കൂടെ വരുമ്പം ഒന്നും അറിയത്തേ ഇല്ല ഈ കുഞ്ഞു പ്ലേറ്റ് അവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡ് അകവശത്തല്ലേ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലെ കുഞ്ഞു പ്ലേറ്റ് കൊടുത്താൽ മതി. കണ്ടോ, കുഞ്ഞു പ്ലേറ്റ് 2-3 കൊടുക്കുമ്പോൾ നല്ല ലെവൽ ആയിക്കോളും. കാണുന്നുണ്ടോ ഈ കുഞ്ഞു പ്ലേറ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്? കണ്ടോ, ഈ ഞൊറിവ് ഇങ്ങനെ അകവശത്താണ് ഇരിക്കുന്നത് കേട്ടോ. എലാസ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ അത് അറിയത്തില്ല. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനിവിടെ 28 ഇഞ്ച് നീളത്തിലാണ് ഒരു എലാസ്റ്റിക് എടുത്ത് ഇതുപോലെ അകത്ത് കൊടുക്കാൻ വേണ്ടി ഞാനൊരു 1 ഇഞ്ച് സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോ എലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞ് അതിനൊന്ന് കൂട്ടിയടിക്കാം. കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് പാന്റ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. അങ്ങനെ നമ്മുടെ പാന്റ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എവിടെയും ടൈറ്റ് ആവാതെയും പിടുത്തം വരാതെയൊക്കെ നല്ല കംഫർട്ട് ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ പാന്റ് വെയർ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.